ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 216 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഏലീശ പ്രവാചകന്റെ ആ ശുശ്രൂഷയുടെ കാര്യങ്ങൾ. ഏലിയാവിനെ ചുഴലിക്കാറ്റ് എടുത്ത ശേഷം ഏലീശയെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ ഏലീശ ശക്തനായ ഒരു പ്രവാചകനായി മാറ്റപ്പെടുന്നു. ഏലിയാവിന്റെ അവസാനത്തെ ശുശ്രൂഷ ഏലീശ ആരംഭിക്കുന്നു. ഏലിയാവിന്റെ അവസാനത്തെ ശുശ്രൂഷ തന്റെ പുതപ്പെടുത്ത് യോർദാനെ അടിച്ച് അക്കരയ്ക്ക് ചെല്ലുന്നു. തിരിച്ച് എലീശ പുതപ്പുമായിട്ട് ഇക്കരയ്ക്ക് വരണമല്ലോ. യോർദാനിലേക്ക് അടിച്ചു, വെള്ളം വറ്റി. തന്റെ ശുശ്രൂഷ അവിടെ മുതൽ ആരംഭിച്ചു. എലീശ സമ്പന്നനായ ഒരു കൃഷിക്കാരനായിരുന്നു. 12 കാളയെ പൂട്ടി നിലമുഴുന്നതായിരുന്നു. 12ാമത്തേതിൽ താനായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. തന്റെ മുമ്പിലുള്ളതായ 12 കാള, ഒരേറെ എന്ന് പറഞ്ഞാൽ 2 കാള, അതിനെ ഉഴാൻ വേണ്ടി ഒരു ജോലിക്കാരനുണ്ട്. ഈ 11 ജോലിക്കാരുടെ പുറകിൽ 12ാമത് താന് അത് കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിവുള്ള ഒരു നല്ല കൃഷിക്കാരൻ. നേരത്തെ ദൈവം പറഞ്ഞിരുന്നു, നിനക്ക് പകരം ഏലീശയെ നീ തിരഞ്ഞെടുക്കണം. അങ്ങനെ തന്നെ യാത്രയിൽ നോക്കുമ്പോൾ ഏലീശയെ കാണുന്നു. വേറെ ഒന്നും അറിയുന്നില്ല. ഏലിയാവിന്റെ പുതപ്പ് ഏലീശയുടെ മേലിട്ടു. എന്നിട്ട് ഏലിയാവ് നടന്നു പോവുകയാണ്. ഏലീശ ഏലിയാവിന് പിന്നാലെ ഓടുന്നു. എന്താണ് ഈ പുതപ്പിന്മേലുള്ളതായ പവർ? ദൈവം അഭിഷേകം ചെയ്ത പുതപ്പാണ്, അല്ലാതെ വേറെ ഒരു മാന്ത്രിക ശക്തിയില്ല. ദൈവം ഓരോ കാലയളവിൽ ഓരോ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേക വ്യാഖ്യാനത്തിന്റെ ആവശ്യം നമുക്കില്ല. ഏലീശ ഒരപേക്ഷ, എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചിട്ട് ഞാൻ വരട്ടെ. ഓക്കെ, അങ്ങനെ അപ്പനെയും അമ്മയും ചുംബിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ധനാഢ്യനായ മനുഷ്യനായിരുന്നു. 12 കാളയെ പൂട്ടുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളക്കരയിൽ പണ്ട് ട്രാക്ടറൊക്കെ വരുന്നതിന് മുമ്പേ എത്ര വലിയ പാടശേഖരമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ 10-12 കാളയൊന്നും ഏർക്കാളയൊന്നും പൂട്ടുന്ന പദ്ധതിയില്ല. കൂടി വന്ന 2 ഏർ അതല്ലെങ്കിൽ 3 ഏർ. പക്ഷെ അത്ര വലിയൊരു കൃഷിക്കാരനും സമ്പന്നനുമായിരുന്നു. അതിനോട് എന്നേക്കുമായി ഗുഡ് ബൈ പറഞ്ഞു. കാരണം ഈ പുതപ്പ് വീണപ്പോൾ പുള്ളിക്ക് മനസ്സായി ദൈവത്തിന്റെ പ്രവർത്തനത്തെ പറ്റി പുള്ളി കാഴ്ചപ്പാടുണ്ടായി. നമ്മുടെ കേരളത്തിലെ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ പ്രാരംഭ കാരണമെന്ന് പറയുന്നത് അന്ന് ദൈവം ദൈവദാസന്മാരെ ശക്തമായി ഉപയോഗിച്ചത് കൊണ്ട് കേരളത്തിലെ ദൈവസഭ ശക്തമായി മുന്നോട്ട് വരുവാൻ ഇടയായി തീർന്നു എന്നും കൂടെ ഓർത്തുകൊള്ളുക. ആ ശുശ്രൂഷയുടെ വലിപ്പം എന്താണെന്ന് ഏലീശയ്ക്ക് മനസ്സിലായി.
ഏലിയാവിന്റെ കൂടെ എലീശ വിശ്വസ്തനായ ഒരു പ്രവാചകനായി താൻ ശുശ്രൂഷ ചെയ്തു. ദൈവം ഏലിയാവിനെ എടുത്ത ശേഷം എലീശ തന്റെ ശുശ്രൂഷ മുന്നോട്ട് പോകുന്ന കാലത്തെ ഒരു വലിയ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ വായിച്ചു വരുമ്പോൾ ആരാം രാജ്യത്തിന്റെ സൈന്യാധിപനായിരിക്കുന്ന നയമാന്റെ കുഷ്ഠം ഞാൻ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവിടുത്തെ ഒരു യഹൂദ ബാലിക, ഒരു പെൺകുട്ടി പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തിൽ പ്രവാചകനുണ്ട്, അദ്ദേഹത്തെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. ഇദ്ദേഹം സൈന്യാധിപനാണ്. വലിയ സന്നാഹത്തോടുകൂടി ഏലീശായുടെ ആ കൊച്ചു വീട്ടിലെത്തിച്ചേരുന്നു. കാര്യങ്ങളൊക്കെ ഏലീശയ്ക്ക് മനസ്സിലായി. എലീശ പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അവൻ 7 പ്രാവശ്യം മുങ്ങി തിരിച്ചു വന്ന് തന്റെ ശരീരം ബാലകന്റെ ശരീരം പോലെ ആയപ്പോൾ സന്തോഷം കൊണ്ട് കാഴ്ചവെച്ച ചില വസ്തുക്കളുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നു. 1 10 താലന്ത് വെള്ളി. അതിന് ഇപ്പോഴത്തെ കണക്കനുസരിച്ചാൽ 1 താലന്ത് എന്ന് പറയാൻ 35 കിലോ. 10 താലന്ത് വെള്ളി എന്ന് പറഞ്ഞാൽ 350 കിലോ. അടുത്ത കണക്ക് നോക്കണം. 6000 ശേക്കേൽ പൊന്ന്. 1 ശേക്കേൽ എന്ന് പറഞ്ഞാൽ 11 ഗ്രാമ്. 6000 ഇൻറ്റു 11 66,000 ഗ്രാം സ്വർണം. ഇനി നമുക്കത് ഒരു പവനായിട്ട് നമുക്ക് നോക്കാം. 66,000 ഭാഗം 8 8,250 പവൻ. ചില്ലറ കാര്യമൊന്നുമല്ല. ഇന്നത്തെ കണക്ക് 70-നും 75-നും ഇടയ്ക്കാണ് വിലയുള്ളത്. എനിക്ക് അത്ര അറിയാമെങ്കിൽ ഏകദേശം അത്രയൊക്കെ ഉണ്ട്. 70 വെച്ച് കൂട്ടാം. 70 ഇൻറ്റു നമുക്ക് കിട്ടുക 8,250 പവൻ സമം നോക്കുമ്പോൾ ഈ 8,250 പവന്റെ വില നമ്മൾ നോക്കിയാൽ 10 കോടിയുടെ പണവുമായിട്ടാണ് വന്നേക്കുന്നത്. എന്നാൽ എലീശ പറഞ്ഞു, എനിക്കിത് വേണ്ട. നോക്കിക്കോണം, എത്ര ധനമാണ് തനിക്ക് ലഭിക്കേണ്ടത്. അദ്ദേഹത്തിന് മനസ്സിലായി, ദൈവഹിതമല്ലാത്ത പണം എനിക്ക് വേണ്ട. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാം അതിന്റെ പ്രതിഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുതേ. ദൈവം നമ്മുടെ ശുശ്രൂഷയ്ക്ക് ധനവും മാനവും എല്ലാം തരും. ദൈവഹിതമല്ലാത്ത ഒരു പണം പോലും നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകരുതേ. ഉണ്ടായാൽ അത് അപകടകരമാണ്. എലീശയ്ക്ക് മനസ്സിലായി, ദൈവത്തിന്റെ പ്രവർത്തനത്തിന് ദൈവം പണം തരും. ഇല്ല, ആ പ്രവർത്തനം മുന്നോട്ട് പറ്റിയാലെങ്കിൽ ദൈവഹിതമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും കൂടെ ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ഈ ക്ലാസ് തുടരുന്നു. ദൈവം നമ്മളെ നമ്മുടെ കർത്താവിന്റെ വരെ ഏറ്റവും അടുത്തിരിക്കുന്നു. പോകുവാൻ തയ്യാറാകുക. ഭാരതത്തിൽ വഴിയിലൂടെ കൊണ്ടാൻ പോകുന്നു. നിങ്ങളും അതിലംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.